എല്ലാവർക്കും നമസ്കാരം. എനിക്ക് അങ്ങനെ സംസാരിച്ചൊന്നധികം ഇതില്ല. ഞാൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടനെ കാണാനായിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ നമ്മുടെ കോതമംഗലം അവിടുത്തെ നെറ്റ്സ് ഉദ്ഘാടനം ചെയ്ത ചേട്ടനാണ്. അപ്പം ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ കഥ. ഞാനും വെളുപ്പിന് പോയി നിന്നിട്ടുണ്ട് ചേട്ടനെ കാണാനായിട്ട്. അപ്പോൾ അതുവരെ ഞാൻ വൈകിട്ട് വരെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെയൊക്കെ എന്താ ഇല്ല വന്നപ്പോൾ ലേറ്റായി, പക്ഷെ വെളുപ്പിന് പോയി നിന്ന് അല്ലെങ്കിൽ അതുപോലെ കണ്ടൊരാളാണ്. അപ്പോൾ അങ്ങനെ കളി തുടങ്ങിയ ഒരാളാണ് ഞാൻ. ആ സമയത്തൊക്കെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് ചേട്ടൻ കാണിച്ചൊരു സാധനമുണ്ട്, ഇന്ത്യയിൽ കളിക്കാൻ പറ്റും. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ കോതമംഗലത്ത് ഞാനും ചെറിയൊരു സ്ഥലത്ത് നിന്നാണ്, ഇരിക്കുന്നതാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. പെരുമ്പാട് കഴിഞ്ഞിട്ട് ഇരിക്കുന്നത് കാവൊക്കെയുണ്ട്. അവിടെ നിന്നാണ് ഞാൻ കളിക്കുന്നതും. ആദ്യം ടെന്നീസ് ബോളൊക്കെയായിരുന്നു. അവിടെ നിന്നാണ് ആരുടെയൊക്കെയോ ദൈവത്തിന് അനുഗ്രഹം ഈ പറഞ്ഞ പോലെ കളിച്ചൊക്കെ. എന്നെയൊക്കെ നന്നായിട്ട് ഒരുപാട് പേര് എൻ്റെ നാട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ പറഞ്ഞ പോലെ തന്നെ ഒരു ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് ഇരിങ്ങോളിന്ന് ഈ പറഞ്ഞ പോലെ കളിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഒരു ഡ്രീം എന്ന് പറഞ്ഞാൽ കേരളത്തിന് കളിക്കണം എന്നായിരുന്നു. പക്ഷെ അത് 2013 കളിക്കുന്നത് കേരളത്തിന്. അവിടെ നിന്ന് 19 കളിക്കുന്നു, 23, 25 അവിടെ നിന്ന് കേരള സീനിയർ ടീമിലേക്ക് വരുന്നു. അവിടെ നിന്ന് എൻ്റെ ഒരു മാച്ച് ചെന്നൈയിൽ വെച്ചിട്ട് ഫസ്റ്റ് ടൈം ലൈവ് വരികയാണ്. സോ അതിന് മുന്നേ എൻ്റെ അടുത്ത് എല്ലാവരും പറയുമായിരുന്നു നന്നായിട്ട് സ്പീഡിലാണ് എറിയണത്, ഭയങ്കര ഒരു 140 ഉണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ 130. അപ്പം എനിക്കും ഒരു വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ആ ഒരു മാച്ചാണ് എനിക്ക് ഞാൻ 140+ ക്ലോക്ക് ചെയ്യുന്നത് കാണിച്ചു തന്നത്. അവിടെ നിന്ന് 151.6 ഫാസ്റ്റസ്റ്റ്. അപ്പോൾ അവിടെ നിന്നാണ് ഫസ്റ്റ് ടൈം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്, എല്ലാവരും എന്നെ അറിയുന്നത്, കേരള ടീം അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്നത്. അവിടെ നിന്നാണ് IPL ഇന്ത്യൻ നെറ്റ്സിലേക്ക് പോകുന്നത്. സോ അവിടെ നിന്ന് ഇന്ത്യൻ IPL-ലേക്ക് 2017 IPL ചാൻസ് കിട്ടി. അവിടെ നിന്ന് ഈ വർഷം വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നല്ലതുണ്ട്. സോ ഞാൻ കൊച്ചി ഗ്രൂപ്പ് ടൈഗേഴ്സിൻ്റെ ക്യാപ്റ്റനാണ്. സോ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ കളിക്കാനൊക്കെ പോകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണും നമ്മൾ ഒരുപാട് ചെയ്യുന്നത്. ഞാൻ TV-യിൽ കാണുന്ന ചേട്ടന്മാരും അല്ലെങ്കിൽ എല്ലാവരും ഉണ്ട് ഇവിടെ. സോ അവരെയൊക്കെ നേരിട്ട് കാണാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. അതേപോലെ എല്ലാവിധ ആശംസകളും. സോ ഒരു കാര്യം, നമ്മൾ കേരള ഫൈനലിൽ തവണ വന്നു. നമ്മുടെ ഇത്രയും ഇന്ത്യയിൽ നമ്മുടെ കൈക്കുമ്പിളിലുള്ള നമ്മുടെ കേരളമാണ് രഞ്ജി ട്രോഫിയിൽ ഫൈനലിൽ വന്നത്. അപ്പോൾ നമ്മുടെ സച്ചിൻ, നമ്മുടെ ക്യാപ്റ്റൻ, നമ്മുടെ ക്യാപ്റ്റൻ്റെ ഒരു ഫീല്, സച്ചിൻ ചേട്ടൻ്റെ ഒരു ടീമിനെ കൊണ്ടുപോയതും അല്ലെങ്കിൽ നമ്മുടെ ടീം എല്ലാവരും പറയും അതൊരു ഒരിക്കലുമല്ല. നമ്മൾ എന്താ പറയുക, രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു വെയിലത്ത് നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് അത് ആരോട് ചോദിച്ചാലും പറയും. അപ്പോൾ ഒരു സിനിമയായിരുന്നു തവണ മൊത്തത്തിൽ ക്വാർട്ടർ തൊട്ട് ഫൈനൽ വരെ. സോ ചേട്ടൻ ഞങ്ങൾ അന്നും ഫൈനലെത്തിയപ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ മുന്നേ ഉള്ള ക്യാപ്റ്റന്മാർ ഇതൊരിക്കലും ഒരു പ്രാക്ടീസ് സെഷൻ കൊണ്ടോ അല്ലെങ്കിൽ ഒരു 2 കൊല്ലം കൊണ്ടോ വന്നതല്ല. ശ്രീശാന്തേട്ടൻ മുതൽ നമ്മുടെ അജയ് കുടുംബം മുതൽ ഒരുപാട് പ്രാക്ടീസ് നമ്മുടെ ക്യാപ്റ്റന്മാർ കേരളത്തിന് വേണ്ടി വന്ന് നിന്ന് പൊരുവേത്ത് നിന്ന് ഓരോ ബാറ്റ്സ്മാന്മാരും ഓരോ ബോളേഴ്സിൻ്റെ അടുത്തും പോയി സംസാരിച്ചിട്ടാണ് കഴിഞ്ഞ കൊല്ലം ഈ കൊല്ലം നമ്മൾ ഫൈനലെത്തി. സോ ഇത് എല്ലാം ഞങ്ങൾ പറയുന്ന ഒന്നായിരുന്നു. ഇവർക്ക് വേണ്ടി ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്ത സാധനമാണ്. സോ സന്തോഷം. CCF നല്ല ഉഗ്രനാവട്ടെ. സന്തോഷം. അല്ല ശ്രീയുടെ എനിക്ക് അധികം സംസാരിക്കാൻ അറിയാൻ പാടില്ല ആളാണ്. താങ്ക് യു സോ മച്ച്. പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയെ വെല്ലുന്ന ഒരു കഥ തന്നെയായിരുന്നു ഒരു രഞ്ജി ട്രോഫി. സോറി, ഞാൻ വിജയ് ചേട്ടൻ ഇപ്പോഴാണ് കാണുന്നത്. വിജയ് ചേട്ടാ, എനിക്കിത് പറയാൻ പറ്റും. ഞാനിവിടെ സെലിബ്രിറ്റി ലീഗ് കളി തുടങ്ങിയപ്പം ഇതിപ്പോ ഇവിടെ എന്നെ കളിപ്പിക്കില്ല എനിക്കറിയാം. പക്ഷെ എന്നെ കളിപ്പിക്കാണ്ട് പുറത്താക്കി കുറെ പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ മുഖമൊന്നും പറഞ്ഞിട്ടില്ല. ഞാനിവിടെ എന്റെ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് കളിക്കാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ നമ്മൾ ഒരുമിച്ച് കളിച്ച മാച്ചൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവര് പറഞ്ഞു, ശ്രീശാന്ത് എന്തായാലും ഫസ്റ്റ് ക്ലാസ് ബാൻ മാറി, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ബാൻ ചെയ്യാന്ന് പറയാൻ. എന്നെ ഇവിടെ സെലിബ്രിറ്റി മാച്ചസ് കളിപ്പിക്കാറേ ഇല്ല. വിജയ് ചേട്ടാ, അതിനെ കുറിച്ച് നമുക്ക് പിന്നെ വേറെ ദിവസം പറയാം. ബാക്കി പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. വല്ലപ്പോഴും ഇങ്ങനത്തെ ടൂർണമെന്റിൽ നമ്മുടെ ഈ സെലിബ്രിറ്റി വെൽക്കം മാച്ച്, വാമപ്പ് മാച്ച് ഒക്കെ ബാക്കി പ്രഭുവായി അല്ലേ? അപ്പൊ സെലിബ്രിറ്റീസ് വേഴ്സസ് സെലിബ്രിറ്റിയും കൂടെ കളിക്കാം, ഒരു ചെറിയൊരു മാച്ച്. സുന്ദരമായ സുന്ദരന്മാരും എല്ലാവരും ഒരുമിച്ച്. താങ്ക് യു CCF, ഓൾ ദ ബെസ്റ്റ്. ഞാൻ കളിച്ചൊരു ടീം മ്യൂസിക് ടീമും കൂടെ താങ്ക് യു ഫോർ ഗിവിംഗ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു സോ മച്ച്.